സഹൃദയരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും വന്ദനം. ഇവിടെ ഈ അവസരത്തിൽ, ഈ ദുർഘടമായ പ്രതിസന്ധികൾ നേരിടുന്ന അവസരത്തിൽ, അതിലും വലിയ ദുർഘടമായ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ചക്കര എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ആസിഫിന് വേണ്ടി ഇതാ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കൊറോണ കാലത്തെ കുറുക്കൻ്റെ കല്യാണം അഥവാ കിറുക്കൻ്റെ കല്യാണം. വടക്കാഞ്ചേരി എന്ന സമത്വ സുന്ദരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. അവിടെയാണ് നമ്മുടെ നായകന്റെ ജനങ്ങൾ. മധുരം കഴിച്ച് പല്ലെല്ലാം പുഴുപ്പല്ലായതുകൊണ്ടാവാം എല്ലാവരും അവനെ സ്നേഹത്തോടെ ചക്കരയെ എന്ന് വിളിച്ചു. ചെറുപ്പത്തിൽ സോപ്പ് അവന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടമായിരുന്നു. പക്ഷേ അവൻ വളർന്നു വലുതാവും തോറും സോപ്പിനോടും വെള്ളത്തിനോടുമുള്ള അവന്റെ താല്പര്യം കുറഞ്ഞു വന്നു. അവനൊരു ഭ്രാന്തനായി മാറി. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം അതായിരുന്നു ആ ദിവസം. അവന്റെ പിറന്നാൾ ദിവസം. അതെ, അതവന്റെ 9ാം പിറന്നാളായിരുന്നു. അല്ല, 10ാം പിറന്നാളായിരുന്നു. അതുമല്ല, അല്ല, അതവന്റെ 10.5 തികഞ്ഞ ദിവസമായിരുന്നു. എന്ത്? അതേ സുഹൃത്തുക്കളെ, 10.5 വയസ്സ് തികഞ്ഞ ദിവസം. അന്ന് കേക്ക് മുറിക്കുമ്പോൾ അവൻ ഒരു തീരുമാനമെടുത്തു. ജീവിതം മുഴുവൻ ഒരു ബാച്ചിലറായി ആഘോഷിക്കണം. അവന്റെ സഹോദരങ്ങൾക്കും മറ്റുള്ളവർക്കും പറ്റിയ തെറ്റ് ഒരിക്കലും ആവർത്തിക്കരുത്. അങ്ങനെ ഒരിക്കലും ഒരു കല്യാണം കഴിക്കില്ല എന്ന തീരുമാനത്തിൽ അവൻ എത്തി. അതായിരുന്നു ആ ദിവസം. പക്ഷേ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. അതാ അങ്ങകലെ പാലക്കാട്ട് പക്കത്തിൽ ഒരു പെൺകുട്ടി ഒരു അശരീരി കേട്ടു. ചക്കര എന്നൊരു പിച്ചക്ക രാജകുമാരൻ ഒരിക്കൽ നിന്നെ തേടി വരും. അഗ്രതയുടെ നായകൻ വളർന്നു വലുതായി വിടർന്നു പന്തലിച്ചു. ബോധമില്ലാത്ത അവനിൽ സൗന്ദര്യബോധം വെച്ചപ്പോൾ അവൻ ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ തേച്ച് സുന്ദരനാവുകയാണ്. സുഹൃത്തുക്കളെ, അവനിപ്പോഴൊരു കൊച്ചു സുന്ദരനാണ്. ഭീകരനാണവൻ. അതാ നമ്മുടെ നായകൻ ബൈക്കിൽ ബാംഗ്ലൂർ നഗരത്തിലൂടെ ചീറിപ്പായുന്നു. പെട്ടെന്നാണ് ട്രാഫിക് സിഗ്നൽ. റെഡ് സിഗ്നൽ കണ്ട് അവൻ ട്രാഫിക്കിൽ ഒതുക്കി നിർത്തി. അപ്പോഴാണ് ആ കാഴ്ച അവൻ കണ്ടത്. അന്ധരും മൂകരും ബധിരരുമായ കുറച്ചു കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നു ഒരു സുന്ദരി, കോമളാംഗി. ആരാണവൾ? അവന്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. അതെ, അവളാണ് ജിഷ. അവൻ അവളെ നോക്കി. അവൾ അവനെ കണ്ടു. ആ കണ്ണിൽ ഒരു നാളമായി, ഒരു പുകയായി അവൾ വിടർന്നു നിന്നു. കണ്ണിൽ റെഡ് സിഗ്നൽ വീണാൽ ബ്രേക്ക് ഇട്ടു നിൽക്കും. ട്രാഫിക് ജാമല്ലേ, ജന്മം പങ്കിട്ടെടുത്തൂടെ, പാടാൻ നമ്മൾ ഇന്നൊന്നല്ലേ. ഐ ലവ് യു, യു ലവ് മീ, ഐ ലവ് യു ടു. അങ്ങനെ സിഗ്നൽ പച്ചയായിട്ടും നടു റോട്ടിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന അവരെ ബാംഗ്ലൂർ പോലീസ് പൊക്കി. കയ്യോടെ പൊക്കി. കടിച്ച പൊട്ടാത്ത ഭാഷയിൽ പോലീസുകാരൻ, മനെ ഹോത്തിരെ വേറെ കേംസായൊന്നുമില്ലേ? അന്തം വിട്ടു നിൽക്കുന്ന അവർ പരസ്പരം നോക്കി കൂടുതൽ വ്യഗ്രതയോടെ അടുത്തു. അതെ, അവിടെ ഒരു പ്രേമം പൊട്ടിവിടർന്നു. ജിഷയുടെ വീട്ടിലും കല്യാണാലോചനകൾ ധൃതിയായി നടക്കുകയാണ്. ഒടുവിൽ അവൾ പറഞ്ഞു, എനിക്ക് ചക്കരയെ മാത്രം മതി, വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കില്ല ചാ. അന്ന് വടക്കാഞ്ചേരിയിൽ അസ്മാസ് കിച്ചൻ നല്ല പാലടപ്രഥമൻ തന്നെ വെച്ച് ആഘോഷിച്ചു. എയ്റോപ്ലെയിൻ ഉണ്ടാക്കാൻ പഠിക്കുന്ന കോഴ്സിൽ MBBS എടുക്കാനായി ജിഷ ഫ്രാൻസിലേക്ക് പറന്നു. എങ്കിലും അവരുടെ സ്നേഹവും ഇന്റർനെറ്റ് ബില്ലും കൂടിക്കൂടി വന്നു. അങ്ങനെ വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ അവരിതാ വിവാഹിതരാകാൻ തീരുമാനിച്ചു. ഡിസംബറിൽ കല്യാണം കഴിച്ചാലോ? ആസിഫും ജിഷയും ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞു. ഇല്ല, സമയമായിട്ടില്ല. അന്നു മുതൽ വടക്കാഞ്ചേരിയിലും പാലക്കാടും ആഘോഷങ്ങളും ഒരുക്കങ്ങളും തുടങ്ങുകയാണ്. പക്ഷേ അങ്ങ് ചൈനയിൽ
ഒരു മാരക വൈറസ് ജനിക്കുകയാണ്. ഈ വൈറസ് ചൈനയിലല്ലേ, അതിന് നമുക്കെന്താ? ആഘോഷങ്ങൾ തുടരട്ടെ. സിംഗപ്പൂരും ഖത്തറിലും ജർമ്മനിയിലും ബാംഗ്ലൂരും മൈസൂരുമുള്ള എല്ലാവരും അതിഭയങ്കരമായ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ ടി വിയിൽ ഒരു ഫ്ലാഷ് ന്യൂസ്. ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ കൊറോണ വൈറസ് പടരുകയാണ്. രാജ്യങ്ങൾ അതിർത്തികൾ അടക്കുകയാണ്. ജനങ്ങൾ പരിഭ്രാന്തരായി അങ്ങുമിങ്ങും ടോയ്ലറ്റ് പേപ്പറിനായി ഓടുകയാണ്. നമ്മുടെ നായകനും നായികയും ഫോണിലൂടെ അവരുടെ വിവാഹം പ്ലാൻ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. അപ്പോഴാണ് ഈ വിവരം അവർ അറിയുന്നത്. ഏപ്രിൽ 18 എന്ന ഒരു ദിവസമുണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടിയിരിക്കും എന്നവർ ദൃഢപ്രതിജ്ഞയെടുത്തു. കേരളവും ഇന്ത്യയും ലോക്ക്ഡൗണായി. അങ്ങനെ പ്രതിസന്ധികളെയും 14 ദിവസത്തെ ക്വാറന്റൈനുകളെയും തരണം ചെയ്ത് അവർ ഇതാ 9 ദിവസം നേരത്തെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവർ കൊറോണ വൈറസിനെ വെറുത്തു. അപ്പോഴതാ അടുത്ത ഫ്ലാഷ് ന്യൂസ്. ഇന്നത്തെ പ്രധാന വാർത്ത. ക്വാറന്റൈൻ കാലാവധി നീട്ടിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. 28 ദിവസമാണ് പുതിയ കാലാവധി. 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം കല്യാണം നടത്താമെന്നും ഹണിമൂൺ ട്രിപ്പ് പോകാമെന്നും പ്ലാൻ ചെയ്തവർക്ക് കടുത്ത തിരിച്ചടിയാണ് ഈ തീരുമാനം. പ്രതിഷേധവുമായി ചില യുവകോമളന്മാർ രംഗത്തിറങ്ങിയെങ്കിലും മുട്ടുകാൽ തല്ലിയോടിച്ചു വീട്ടിൽ ചുരുട്ടിക്കൂട്ടുമെന്ന സർക്കാർ ഭീഷണിക്ക് മുൻപിൽ വഴങ്ങി എല്ലാ കോമളന്മാരും വീണ്ടും 14 ദിവസം കൂടി ക്വാറന്റൈനിൽ കല്യാണ സ്വപ്നം കണ്ടിരിക്കുവാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് തീരുമാനിച്ചു. അങ്ങനെ വീണ്ടും പണി കിട്ടിയ അവർ 18-ാം തീയതിക്ക് വേണ്ടി റേഷൻ കിട്ടിയ മണ്ണെണ്ണയും കണ്ണിലൊഴിച്ച് കാത്തിരുന്നു സുഹൃത്തുക്കളെ, കാത്തിരുന്നു. ഇതാ ദിവസം ഇങ്ങടുത്തു. കല്യാണം കൊറോണ, കൊറോണ കല്യാണം, കല്യാണം കൊറോണ, കൊറോണ കല്യാണം. അടുത്ത ന്യൂസ് ഫ്ലാഷിന് സമയമായി. അവൻ ഓടി പാലക്കാട്ടേക്ക്. അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും ലോക്ക്ഡൗണുകളെയും മറികടന്ന് അവർ ഒന്നിക്കുകയാണ്. നാട്ടുകാരും വീട്ടുകാരും അവരെ വീഡിയോ കോളിലൂടെ അനുഗ്രഹിച്ചു. ഇന്ന് ഏപ്രിൽ 18, സമയം 10:30. ശുഭം.